ഹായ്. അപ്പം ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു കോളിഫ്ലവർ വെച്ചുള്ള പരീക്ഷണം കേട്ടോ. പരീക്ഷണം എന്നല്ല കേട്ടോ, പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണ്. ഇത് കണ്ടപ്പോൾ നല്ല ഭംഗി കേട്ടോ. വെള്ള റോസാപ്പൂവില്ലേ, വെള്ള റോസ് കൊണ്ടൊരു ബൊക്കെ ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും എന്ന മാതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഒരു ചോറ് കറി ഇത് മാത്രം എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത. ഇത് വെച്ച് എങ്ങനെ കഴിക്കും, എൻ്റെ കുട്ടികൾ കഴിക്കുമോ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എങ്ങനെയായാലും വേറെ 2-3 വിധങ്ങളും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ഐറ്റം നമ്മൾ കോളിഫ്ലവർ പൊരിച്ചതെടുക്കാം കേട്ടോ. അപ്പോൾ അത് കുഞ്ഞ കഷ്ണമുണ്ട്, വലിയ കഷ്ണമുണ്ട് കേട്ടോ. കാരണം നമ്മൾ രാവിലത്തെ തിരക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ഞാൻ ഒരുവിധം പച്ചക്കറികളൊക്കെ എല്ലാവരും തലേന്ന് കട്ട് ചെയ്തിരിക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യലില്ല. എത്ര നേരത്തെ എണീറ്റാൽ അത് അപ്പം ഫ്രഷായിട്ട് വെക്കുക ആണ് ചെയ്യാറ്. എനിക്കതെന്തോ ഒരു മനസ്സ് പിടിക്കില്ല. അപ്പം അങ്ങനെ ഞാനത് കട്ടിച്ച് ക്ലീനാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് വെച്ച് അതൊരു 5 മിനിറ്റ് നേരം വെക്കും. എന്നിട്ട് അത് നല്ല ഊറ്റി കുറച്ചും കൂടി ഒരു വെള്ളം അതിൻ്റെ മേലെ കൂടെ ക്ലീനാക്കി വയ്ക്കും. എന്നിട്ട് പിന്നെ നമ്മൾ പൊരിക്കാനുള്ള മസാല തയ്യാറാക്കും. ഞാൻ എൻ്റേതായ രീതി മസാല കേട്ടോ. അതായത് മൈദയുണ്ട്, പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടിയുണ്ട്, പിന്നെ അതേ അരിപ്പൊടി. ഈ അരിപ്പൊടി ഞാനിടുന്നത് എണ്ണ ഓവർ പിടിക്കാതിരിക്കണം. അതിപ്പോൾ നമ്മൾ പഴം പൊരിക്കണേക്ക്, വേറെ മുട്ട ബജി ഇതിക്കൊക്കെ നിങ്ങൾ ചേർത്ത് നോക്കുക. ഇച്ചിരി അരിപ്പൊടി ഓവർ എണ്ണ പിടിക്കില്ല. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും. പിന്നെ ഇപ്പോഴത്തെ ഫുഡ് നല്ല കളറുള്ള ഫുഡാണ്. നമ്മളെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളറിൽ വീണ് പോകും. അപ്പം ഞാൻ എന്താക്കി ഇച്ചിരി നമ്മളെ കളറിൻ്റെ എന്താണ് വായി കിട്ടുന്നില്ല കാശ്മീരി ചില്ലി പൗഡർ. ഏതൊരു സാധനം ചില സമയത്ത് നമ്മൾ നാവിൻ്റെ അറ്റത്തുണ്ടെന്ന് പറയും, പക്ഷേ പറയാൻ കിട്ടില്ല. എന്താ മാതിരി കേട്ടോ. നമ്മൾ ഈ കളറിന് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത്, പിന്നെ ഒരു സ്മെല്ലും ഒരു കുഞ്ഞ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ചിക്കൻ മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി നല്ലതാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് ഇതാക്കി. എന്നിട്ട് ഇതേമാതിരി എല്ലാം അതിലിട്ടുകൊണ്ട് നല്ല എല്ലാ ഭാഗവും നമ്മൾ എത്തുന്ന മാതിരി ഒന്ന് കഴിയുന്നതും നമ്മൾ ഏതൊരു സാധനവും കൈകൊണ്ടാക്കിയാൽ അത് വേറൊരിത്. ഞാൻ അധികം എല്ലാം കൈകൊണ്ട് തന്നെ ഉണ്ടാക്കാറ്. അപ്പം അങ്ങനെ എല്ലാം ആക്കി ഞാനവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ 2-3 മിനിറ്റെങ്കിലും പിടിക്കണം. കാരണം ആ ഒരു എരിവ് ഉപ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ആ മസാലയിലുള്ള എരിവും പുളിയൊക്കെ അതിലൊന്ന് പിടിക്കണ്ടേ. അപ്പം എല്ലാം ആക്കി വെച്ച് ഞാൻ 2 ഉള്ളി കറിവേപ്പില നുള്ളാൻ പോയി. അത് കഴിഞ്ഞ് ചട്ടി ചൂടാക്കി ബാക്കി സെറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ട, അതൊക്കെ ഒന്ന് ക്ലീനാക്കി. അപ്പോഴേക്കിന് ഏകദേശം 2 മിനിറ്റ് ആയില്ലേ, 2-3 മിനിറ്റായി. അപ്പോഴേക്കിന് എണ്ണ ചൂടായി. ഞാൻ ഇതേമാതിരി ഒക്കെ നമ്മൾ ഓരോന്നൊക്കെ ഫസ്റ്റിൽ നമ്മൾ ഓരോന്നൊക്കെ ഇടും, പിന്നെ നമ്മൾ ഒന്നായിട്ട് കണ്ടിടും. അപ്പോൾ എന്താ മാതിരി ഞാനും ഫസ്റ്റിൽ ഓരോന്നൊക്കെ വെച്ച് നോക്കി, ചൂടായോ ഇല്ലാറ്. പിന്നെ കുറേശ്ശെ എല്ലാതും ഇട്ട് നോക്കി. എന്നിട്ട് അതിൻ്റെ മേലെ നല്ല നമ്മളെ വീട്ടിൽ നിന്ന് എടുക്കുന്ന നല്ല കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടാൽ അടിപൊളി. അപ്പോൾ ഒരു വെളിച്ചെണ്ണയിൽ ഏതൊരു സാധനം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണമല്ലേ. അപ്പോൾ ആ മണം വരുമ്പോഴേ നമുക്ക് ഏകദേശമൊക്കെ കൂട്ട് ശരിയാണ്. അപ്പോഴേക്കും ഞാൻ അത് കഴിഞ്ഞ് പൊരിച്ചെടുത്ത് കേട്ടോ. അത് ഇപ്പോഴേ ഞാൻ ഈ വീഡിയോ എടുത്തില്ലെങ്കിൽ ഇത് ഓരോന്ന് എൻ്റെ മക്കൾ ഇങ്ങനെ തീർക്കും. അപ്പോൾ ആദ്യം കുറച്ച് മാറ്റി വയ്ക്കണം അവർക്ക് കൊണ്ടുപോകാനുള്ളത്. പിന്നേക്കൊന്നും കാണില്ല.